ആദ്യം അതാരം ലോണിൻ്റെ എന്തോ പറഞ്ഞിട്ട് വന്നേ. അത് ഞങ്ങൾ വണ്ടി വാങ്ങുന്നുണ്ട്, അതിൻ്റെ EMI ശരിയാവാൻ വേണ്ടിയിട്ട് ആൾ വന്നോ. വണ്ടിയാ? അവിടെ ഒരു വണ്ടി ഇല്ലേ? അത് പെട്രോൾ അല്ലേ, ഇതിപ്പോൾ ഡീസലാണ് വാങ്ങുന്നത്. ഇത് വിൽക്കുന്നതാ? അത് കൊടുക്കുന്നൊന്നുമില്ല. അല്ല ഈനല്ല എത്ര പൈസ വേണം? അതിനെന്താ EMI അല്ലേ? എല്ലാം മോനെ ഇനിയിപ്പോൾ എന്തിനു പിന്നെ ഒരു ലോൺ എടുത്തിട്ട് വണ്ടി എടുക്കുന്നത്? അതൊരു വണ്ടിയും കൂടി വേണമേ. ഓളെ ഏച്ചിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് 2 വണ്ടിയുണ്ട്. പിന്നെ നമ്മളവിടെ കാര്യത്തിൽ മോല് ഒരു ഒരു എന്താ പറയുക, ഉമ്മക്കും ഉണ്ടാവുമല്ലോ ഒരു ഇത് വേണ്ടേ. അങ്ങനെ ഓള് പറഞ്ഞാലും പിന്നെ ഒരു വണ്ടിയും കൂടി വാങ്ങിയതാ. അല്ല ഇനി എത്ര കാലം ഗൾഫിൽ നിൽക്കണം ഈ കടയിലും തീരണമെങ്കിൽ? വീടിൻ്റെ കടം ബാക്കി എപ്പാടുണ്ട്. സാരല്ലമ്മേ, അതിന് കുറച്ചു കാലം കൂടി ഗൾഫിൽ നിന്നിട്ട് പൊരേൻ്റെ കടം തീർക്കണം. ഇപ്പോൾ ഒരേ കാറിൻ്റെ ഒക്കെ അടുത്ത് തരുമ്പോഴത്തേക്ക് എന്തായാലും 15 കൊല്ലാവൂലേ? ഇനി ആകെ കൊല്ലത്തിൽ 1 മാസം നാട്ടിൽ നിൽക്കുന്നുള്ളൂ. ഈ കടയിലും തരുമ്പോഴത്തേക്ക് എന്തായാലും എനിക്കൊരു 50 വയസ്സാവൂലേ? പിന്നെ എനിക്ക് എന്ത് ജീവിതമുള്ള സ്റ്റാറ്റസ് മാത്രം മതി, എനിക്ക് ജീവിതമൊന്നും വേണ്ട. അമ്മ നേഴ്സായിട്ട് റിട്ടയർഡ് ആയല്ലേ, ഇനിയൊന്നും അമ്മ കുത്തിവെക്കുന്നത്? ഞാൻ കുത്തിവെച്ചൊന്നുമല്ല, ഇന്നെപ്പോഴത്തെ ഭാര്യമാരെല്ലാം ഉണ്ടാ പ്രവാസിയൊക്കെ ജീവിതമില്ലാത്ത. വരവിനനുസരിച്ച് ചിലവാക്കുക.